അതെ, വാദം പൂർത്തിയായി വിധി ഒന്നുണ്ടാകുമെന്നറിയുന്നു. ആദ്യ അറസ്റ്റ് തടയണമെന്ന ഹർജിയിൽ വിധി ഉണ്ടാകും. ആദ്യം അതായിരിക്കും ഉണ്ടാവുക. അറസ്റ്റ് തടയണമെന്ന് ഇന്നാണ് ആവശ്യപ്പെട്ടത് പ്രതിഭാഗം. അപ്പോൾ അതിൽ ആ ഹർജിയിലായിരിക്കും ഇന്ന് ആദ്യത്തെ വിധി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി അതിനുശേഷമായിരിക്കും വരിക എന്നും മനസ്സിലാക്കുന്നു. നമുക്കറിയാം ഇന്നലെ തന്നെ ഏതാണ്ട് വാദങ്ങളൊക്കെ പൂർത്തിയായതാണ്. അപ്പോൾ വിശദമായ ഒരു വാദത്തിലേക്ക് ഇനി കടക്കേണ്ട കാര്യമില്ല. പക്ഷേ മറ്റൊരു കേസ് കൂടി ഇന്നലെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൂടി കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ സമയം മാത്രമായിരിക്കും എടുക്കുക. എപ്പോഴായിരിക്കും വിധി വരിക? അത് ഈ ക്രമത്തിൽ തന്നെയായിരിക്കുമോ? ആദ്യം അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തിലായിരിക്കുമോ ആദ്യം വിധി വരിക? എപ്പോഴായിരിക്കും വിജിൻ? ഏതായിരിക്കും ആ സമയം? തന്നെ സമയം എന്തായാലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ എന്തായാലും വാദം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നൽകിയിട്ടുള്ള അറസ്റ്റ് തടയണം എന്നുള്ള ഹർജിയിലായിരിക്കും, ഉപഹർജിയിലായിരിക്കും ആദ്യം വിധി വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. എന്തായാലും സിജോ ബിജുൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിജോ, എന്താണ് നിലവിൽ ഇന്ന് നൽകിയ ഹർജിയിലാണ് ആദ്യം വിധി പറയാൻ പോകുന്നത്? അത് അറസ്റ്റ് തടയണമെന്നാണ്. പക്ഷേ അറസ്റ്റ് തടയണമെന്ന ഹർജി അത് തള്ളിയാൽ സ്വാഭാവികമായും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതിന് സമം തന്നെയായിരിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും എന്ന് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും രാഹുൽ ഏതെങ്കിലും തരത്തിൽ പരമാവധി ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് തടയാനുള്ള ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് നൽകണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ വിശദമായ വാദത്തിലേക്ക് പോയി എന്തായാലും പ്രോസിക്യൂഷൻ അത് അനുവദിക്കാനാവില്ല. കാരണം രാഹുലിൻ്റെ അറസ്റ്റ് അനിവാര്യമാണ് എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിലാണ് ആദ്യം വിധി പറയുക. അതിനുശേഷമായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും ചെയ്യുക. എന്തായാലും തുടർവാദത്തിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ മറ്റ് ഏതാനും കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അത് നടപ്പാക്കിയ ശേഷമാണ്, അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നടപടികൾ മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടർവാദവും പൂർത്തിയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ നിർബന്ധപൂർവമാണ് അബോർഷന് പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് സാധൂകരിക്കുന്ന കൂടുതൽ ചാറ്റുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ അന്വേഷണവുമായി സഹകരിക്കാം എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിലും കോടതിയിൽ ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യം വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് സംബന്ധിച്ച് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം വാദം പൂർത്തിയായി ഇതിൻ്റെ വിധിക്ക് വേണ്ടി മാറ്റി ഇന്ന് തന്നെ വിധി ഉണ്ടാകും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുകയും ചെയ്യുന്നത്. അത് എപ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ വിധി പറയാനുള്ള സമയം ഇപ്പോഴും കൃത്യമായി ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. സിജോ, ഇതിലിപ്പോ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നു. അത് കൃത്യമായിട്ട് പ്രോസിക്യൂഷന് കൂടുതൽ തെളിവുകളോടെ, കൂടുതൽ ഡിജിറ്റൽ ചാറ്റുകളിലൂടെ സിജോയിലേക്ക് വരാം. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള വാദങ്ങൾ അവിടെ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം തന്നെ ഇതിലുള്ള വാദങ്ങൾ പൂർത്തിയായതാണ്. അപ്പോൾ ഒരു വിശദമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ ഇന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, ഇന്നലത്തെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നിപ്പോൾ പ്രധാനമായിട്ട് പ്രതിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് അറസ്റ്റ് ഒഴിവാക്കണമെന്നുള്ള ആവശ്യമാണ്. ആ ഹർജിയിലായിരിക്കും ആദ്യമായി വിധി പറയുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി ഉണ്ടാവുക. വിജിൻ വായന്തോട് വീണ്ടും ചേരുന്നുണ്ട്. വിജിൻ, ഇതിപ്പോ ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാകാനുള്ള, അതായത് ഒരു 12:30-ക്ക് ശേഷം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അതിനിടയ്ക്ക് രാഹുലിനെതിരെ ഈ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ്, അത് കേരളത്തിന് പുറത്തുള്ള പെൺകുട്ടിയാണ്. ആ കാര്യത്തിൽ കോടതി എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? അതിന്റെ നടപടികളിലേക്ക് SIT കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കേസുകളിലേക്ക് പോകുന്നുണ്ട് എന്ന വിവരം എന്തായാലും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്, ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നിലവിൽ ഉള്ള ഹർജികൾ, 2 ഹർജികളിൽ ഉടൻ വിധി വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ എന്തായാലും വാദം നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് വിധി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഉച്ചഭക്ഷണത്തിന് കോടതി പിരിയും മുമ്പ് വിധി ഉണ്ടാകും. ആദ്യ വിധി ഉണ്ടാവുക നോട്ട് ടു അറസ്റ്റ് തടയണമെന്ന ഹർജിയിലാണ് വിധി ഉണ്ടാകുക. അത് ഇന്ന് നൽകിയ ഹർജിയാണ്. ആ ഹർജിയിൽ വിധി രാഹുലിനെതിരാണെങ്കിൽ ഉറപ്പായും നമുക്ക് അനുമാനിക്കാം
തൊട്ടടുത്ത വിധി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിയായിരിക്കും. അത് ഏറെ നിർണായകമാകുന്ന വിധി തന്നെയായിരിക്കും. ആകാംക്ഷയോടെ അതാണ് നിലവിലിപ്പോൾ കാത്തിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് മുമ്പ് 1 മണിക്ക് കോടതി പിരിയും മുമ്പ് തന്നെ വിധി ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ എത്തുന്നത്. ആദ്യ വിധി നോട്ട് ടു അറസ്റ്റിൽ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് കോടതി തടയുന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിധിയും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പൂർണ്ണമായും തള്ളുന്നതായിരിക്കും. അങ്ങനെ ഒരു വിധി ഉണ്ടായാൽ ആ അടുത്ത വിധിയും വരാനുള്ള സാധ്യത. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 3/4 മണിക്കൂർ നേരം അത് ഏറെ നിർണായകമായിട്ടുള്ളതാണ്. അതിനിടയിൽ ഒരുപക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായും പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എല്ലാം തള്ളിയിരിക്കുന്നു. എല്ലാം ഗണ്ണിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് രേഖയായി സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പലരുടെയും മൊഴികളുണ്ട് എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രാഹുൽ ഉയർത്തിയ വാദങ്ങളെ പൂർണ്ണമായും ഗണ്ണിക്കുന്ന നിലയിലുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നത്, ഗർഭചിത്രം നടത്തിയത് പെൺകുട്ടിയുടെ അറിവോടെ സമ്മതത്തോടെയാണ് എന്നുള്ള കാര്യം അത് കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നിലവിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ അറിവോടെയല്ല, പെൺകുട്ടി മാത്രം തീരുമാനമെടുത്തതല്ല ഗർഭചിത്രം നടത്താൻ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും സിജോ വി ജോൺ കൂടി ചേരുകയാണ്. സിജോ, എന്താണ് കൂടുതൽ അപ്ഡേഷൻ?